നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രണ്ട് ചിത്രങ്ങൾ, തീവണ്ടിയുമായി ബന്ധപ്പെട്ട രണ്ട് ചിത്രങ്ങൾ. ആ രണ്ട് ചിത്രങ്ങളും നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശകലനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അതിൽ ഒന്നിലുള്ളത് ഒരു ഏകാധിപതിയുടെ പതനമാണെങ്കിൽ മറ്റൊന്ന് ഒരു സാധാരണക്കാരൻ്റെ ലളിതമായ ജീവിതമാണ്. എന്തുകൊണ്ട് അത് അങ്ങനെ വിമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആദ്യം പറഞ്ഞ ചിത്രം, ഒരു വ്യക്തി, ഒരു 10 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലിരുന്ന ഒരു വ്യക്തി തൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുന്നതിനായി ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരു ബെഞ്ചിലിരിക്കുന്ന ചിത്രം. ആ ചിത്രം പുറത്തേക്ക് വന്ന പാടെ തന്നെ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം മാധ്യമങ്ങളിലടക്കം പലരും അതിനെ എടുത്ത് ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു. അത് കണ്ടിട്ട് ചിലരെഴുതി ഒരു ഏകാധിപതിയുടെ പതനം എന്നെഴുതി വെച്ചു. ചിലരൊക്കെ എഴുതി 40-ലധികം അകമ്പടി വാഹനങ്ങളുടെ പിന്തുണയോടുകൂടി യാത്ര ചെയ്ത ഒരാളുടെ ഗതികേട് കണ്ടില്ലേ എന്നായി ചിലരുടെ അഭിപ്രായ പ്രകടനങ്ങൾ. എന്നാൽ ചിലരൊക്കെയും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ചിലർക്കൊക്കെയും ആ ഇരിപ്പ് കണ്ട് ആനന്ദിക്കുന്നവരായി മറ്റുള്ളവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തലമുറയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന 10 വർഷം കേരളത്തെ മുന്നോട്ട് നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഇരിക്കുമ്പോഴാണ് എല്ലാവർക്കും ഈ തരത്തിലുള്ള ഏകാധിപതിയുടെ പതനമായും ഇവിടെ തണ്ടിലേറി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് ചിലർക്ക് അതിന് അടിക്കുറിപ്പ് എഴുതാനും തോന്നിയത്. എന്നാൽ മറ്റൊരാൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സ്ലീപ്പർ കോച്ചിലോ അല്ലെങ്കിൽ ലോക്കൽ ട്രെയിനിലെ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിലോ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ അത് ജനകീയ നേതാവിൻ്റെ ലളിത ജീവിതമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇവിടെയാണ് രണ്ട് നേതാക്കന്മാരെ കാണുന്ന രീതി. നമുക്കറിയാം, ഒരു നേതാവ് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഏകാധിപതിയായ വ്യക്തി ഒരു ജനത്തെയും തെരുവിലേക്ക് ഇറക്കിയില്ല. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ കൊണ്ടുപോലും, സ്ട്രെച്ചറിൽ കിടക്കുന്ന വ്യക്തിയെ ആയിക്കൊള്ളട്ടെ, ആംബുലൻസിന്റെ സഹായമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ അംഗപരിമിതരായിക്കോട്ടെ, അല്പം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക മാനസിക വൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവരാരുമായിക്കോട്ടെ, ആരോടും നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടി തെരുവോരങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുക, ഞാനിട്ട പന്തലിന്റെ വശങ്ങളിലേക്ക് വന്നു നിൽക്കുക രാപകല് എന്ന് ആ നേതാവ് ഒരാളോടും പറഞ്ഞിട്ടില്ല. ആ നേതാവ് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ K-സ്മാർട്ട് ഉപയോഗിക്കൂ, നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും അതിൽ നിന്ന് കിട്ടും, നിങ്ങൾ അവിടെ ഇരുന്നുള്ളൂ, നിങ്ങൾക്കുള്ള ലൈഫ് മിഷൻ വീടുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തും, നിങ്ങൾക്ക് ആ വീടുകൾ ലഭിക്കും. അങ്ങനെ ആ മനുഷ്യൻ കേരളത്തിലെമ്പാടും വെച്ചു കൊടുത്തത് 4.5 ലക്ഷത്തിലധികം അല്ലെങ്കിൽ 5 ലക്ഷത്തോളം അടുക്കുന്ന ആ വീടുകളായിരുന്നു. അത് വാസ്തവമായൊരു കാര്യമായിരുന്നു. ഏകാധിപതി ചെയ്ത വേറൊരു കാര്യമാണ് അത്. കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളോട് വീട്ടിലിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചത് ഈ ഏകാധിപതിയായിരുന്നു, മറന്നുപോയി. ഇവിടെ നിങ്ങളുടെ പരാതി കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരു നേതാവായിരുന്നു ആ ഏകാധിപതി എന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ പാലങ്ങളും റോഡുകളും ഒക്കെ പണി തീർത്ത് എന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട ഒരു അവസരം ഒരുക്കി തന്ന ഒരാളായിരുന്നു ആ ഏകാധിപതി എന്നോർക്കണം. വയനാട്ടിൽ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ കണ്ണുനീർ വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് മാളികയോ അല്ലെങ്കിൽ രമ്യഹർമ്മ്യങ്ങളോ അതുമല്ലെങ്കിൽ സ്ത്രീപീഡനത്തിനോ വേണ്ടി ഉപയോഗിക്കാത്ത ഒരു നേതാവാണ് ആ പറയുന്ന ഏകാധിപതിയായ, അല്ലെങ്കിൽ പതനം ഉണ്ടായ ആ ഏകാധിപതി. ഇതൊക്കെയാണ് ഏകാധിപതി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്. കോവിഡ് മഹാമാരി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും മരണത്തിലേക്ക് തള്ളിവിടാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച ഒരു നേതാവായിരുന്നു ഈ ഏകാധിപതി. എന്നാൽ ഏതെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ പേരിലൊരു അഴിമതി കേസിന് വേണ്ടിയിട്ട് കേരളത്തിലെ പ്രതിപക്ഷം രാപ്പകൽ കിടന്ന് അധ്വാനിച്ച് അവസാനം സുപ്രീം കോടതി വരെ പോയിട്ട് പോലും ആ ഏകാധിപതിയെ താഴെ ഇറക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമായി അവശേഷിക്കുന്നു. ഒരു സ്ത്രീയും ആ ഏകാധിപതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഏകാധിപതിക്കെതിരായി ഒരു മാധ്യമങ്ങളെയും കണ്ടിട്ടില്ല. പേജുകൾ നീളുന്ന കത്തുകളുമായി ഒരാളുടെ അടുത്തേക്കും പോയിട്ടില്ല ഒരു സ്ത്രീയും ഈ പറയുന്ന ഏകാധിപതിക്ക് എതിരായി. ഇതൊക്കെയായിരുന്നു ഈ ഏകാധിപതിയുടെ ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏകാധിപതി ചെയ്യാതെ പോയ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. എന്നാൽ മറ്റൊരു വശത്തേക്ക് നോക്കിക്കോളൂ. അല്ലെങ്കിൽ ആ ഏകാധിപതി സ്വന്തം മക്കളെ ആരെയും രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയില്ല, തൻ്റെ ഏകാധിപത്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായിരുന്നു ആ ഏകാധിപതി.
ആ ഏകാധിപതി ഇന്ന് മുഖ്യമന്ത്രി എന്ന് പറയുന്ന എല്ലാ പരിവാരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട്, എല്ലാ ആർഭാടങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ട്രെയിനിൽ ഒരു സാധാരണ ഒരു MLA എന്ന് എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത്, അതുപോലെ യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിനറിയാം മുഖ്യമന്ത്രിയാകുമ്പോൾ തനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളും സംരക്ഷണവും ഈ പറയുന്ന സുരക്ഷയും ഒക്കെ തന്നെയും അദ്ദേഹം വെറും ഒരു MLA ആയിരിക്കുമ്പോൾ കിട്ടില്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് നിങ്ങൾ പറയുന്ന ഈ ഏകാധിപതി. എന്നാൽ മറ്റൊരിടത്തേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. മറ്റൊരു ചിത്രത്തിലേക്ക്. ട്രെയിനിൽ കിടന്നുറങ്ങുന്ന ജനകീയനായ ലളിത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ നേതാവിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ മക്കൾ കല്ലറയിൽ എഴുതി വെച്ചിരുന്നു, സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് എഴുതി വെച്ചിരുന്നു. എന്തിനായിരുന്നു അങ്ങനെ ഒരു ടാഗ് ലൈൻ ആ കല്ലറയുടെ മുകളിൽ എഴുതി വെക്കേണ്ടതിൻ്റെ ആവശ്യം? എവിടെയും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ഈ മനുഷ്യൻ നീതിമാനായിരുന്നു, അതും സത്യമായും നീതിമാനായിരുന്നു എന്ന് എഴുതി വെക്കേണ്ട എന്തെങ്കിലും ആവശ്യം അവിടെ ഉണ്ടായിരുന്നോ? പക്ഷേ ആ ലളിത ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ, നേരത്തെ ഏകാധിപതിയായിരുന്ന ആ മനുഷ്യൻ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ പലയിടങ്ങളിലും കല്ലിട്ടിട്ടുണ്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ. ഈ പറയുന്ന ആലംബഹീനരും അശരണരും രോഗാതുരരുമായ വ്യക്തികളെ തെരുവിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അത് കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഒരു തവണ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാണ്. നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവരെ തെരുവിലേക്ക് ഇറക്കിയാനാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതെ ഉമ്മൻചാണ്ടി. നിങ്ങൾ കള്ളന്മാരുടെയും കരിഞ്ചന്തക്കാരുടെയും ഏജന്റായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞതും ഒരു CPM നേതാവുമായിരുന്നില്ല, കെ മുരളീധരൻ തന്നെയായിരുന്നു അതേ വേദിയിൽ നിന്നുകൊണ്ട്. ഇവിടെ നടക്കുന്നത് കൊള്ളയല്ല, തീവെട്ടിക്കൊള്ളയാണ് എന്ന് VD സതീശൻ പറഞ്ഞത് പിണറായി വിജയന്റെ ഭരണകാലത്തെ കുറിച്ചായിരുന്നില്ല. ഈ നീതിമാനായ ലളിത ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഈ ജനകീയനായ നേതാവിനെ കുറിച്ച് തന്നെയായിരുന്നു പറഞ്ഞത്. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ, ഒരു വനിത, ഒരു സ്ത്രീ ഒരു പ്രോജക്റ്റുമായി കോൺഗ്രസ്സുകാരുടെ പടിയിൽ കയറിയിറങ്ങിയപ്പോൾ ആ സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് അവർ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞപ്പോൾ അതിലൊന്നാം പേരുകാരനായി വന്ന ആളിന്റെ പേരും ഇതേ നീതിമാൻ എന്ന് തന്നെയായിരുന്നു. ജനകീയനായ മുഖ്യമന്ത്രി എന്നുള്ള ടാഗ് ലൈനിൽ വായിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയായിരുന്നു. ഇതാണ് ശരിക്കും ഈ രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള ഒരു വ്യത്യാസം. ഈ നേതാക്കന്മാരാരും, അല്ലെങ്കിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടി ആണെങ്കിൽ തന്നെയും പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവാണെങ്കിൽ തന്നെയും അവർ തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് അകലത്തിലാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി നടപ്പാക്കി. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അത് സാധ്യമായത് ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഏകാധിപതിയായ വ്യക്തി കേരളം ഭരിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കും. അതേസമയം ജനകീയനായ ലളിത ജീവിതം നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ നിന്നുകൊണ്ട് NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കടപൂട്ടി ഡൽഹിക്ക് തിരിച്ച് വണ്ടി കയറിയത്. അത് ഈ ജനകീയനായ മുഖ്യമന്ത്രിയുടെ ഗുണഗണമായിരുന്നു, നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ജനകീയത എന്ന് പറയുന്നത് പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുന്നതാണെങ്കിൽ ആ ജനകീയത വേണ്ട. പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഏകാധിപത്യമാണെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നേതാവ് ഏകാധിപതി തന്നെയാണ്. അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും. അദ്ദേഹത്തിനൊപ്പമുള്ളവരും ഈ പറയുന്ന പോലെ ധാർഷ്ട്യമുള്ളവരാണ്. ഇവിടെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ ഘട്ടത്തിലും ഇവിടെ ആലംബമില്ലാതെ, നമുക്കറിയാം വയനാട് കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന, അതായത് ഈ ജനകീയനായ നേതാവിന്റെ പിന്നാലെ വന്നവർ അല്ലെങ്കിൽ പിൻഗാമികളായ ആളുകൾ വയനാട്ടിലെ കണ്ണീര് വിറ്റ് കാശടിച്ചു മാറ്റിക്കൊണ്ട് പുട്ടടിക്കുകയും പെണ്ണുപിടിക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ആ ജനകീയതയല്ല ഈ ഇടതുപക്ഷത്തിന്റെ ജനകീയത. കൃത്യമായി പറഞ്ഞാൽ അവർക്ക് വേണ്ട ടൗൺഷിപ്പ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കി കൊടുത്തു. അവരുടെ യുവജന സംഘടനകൾ എടുത്ത പണപ്പിരിവിൽ നിന്ന് എടുത്തതിന്റെ 100 വീടുകൾക്കുള്ള പണം കൈമാറി കഴിഞ്ഞു. അതോടൊപ്പം അവിടെ താമസിക്കുന്നവർക്കുള്ള TV-കൾ അവിടേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഏകാധിപത്യമെങ്കിൽ ഈ ഏകാധിപത്യമാണ് കേരള ജനതയ്ക്ക് ആവശ്യം. അവരാവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതല്ല, ഇതൊക്കെയാണ്, ഈ ഏകാധിപത്യമാണ് കേരളത്തിന്റെ വികസനത്തിന് ആവശ്യം എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിച്ചു പോകരുത്. ജനകീയരാവാം, ജനകീയത കൊണ്ട് ലാളിത്യം കൊണ്ടൊന്നും കേരളത്തിൽ ഒരു വികസനവും എങ്ങും നടന്നിട്ടില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.